അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഹിജ്റ പലായനവും ബദർ യുദ്ധത്തിന്റെ വെളിയാളമൊക്കെ വരുന്നുണ്ട്. ബദർ യുദ്ധം നടക്കുന്നതിന്റെ തൊട്ട് മുൻപ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ഷാമിലേക്ക് പോയ അബൂ സുഫിയാന്റെ ആ പ്രശസ്തമായ കച്ചവട കാരവാന്റെ നിരീക്ഷണങ്ങൾ അറിഞ്ഞു വരിക എന്നതായിരുന്നു അത്. അങ്ങനെ അവർ രണ്ടുപേരും ഷാമിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയക്കുന്നു. അവർ ഷാമിലൊക്കെ പോയി ബദർ യുദ്ധം തുടങ്ങുകയും അവസാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന് വലിയ പ്രതിഫലങ്ങൾ, സ്വർഗാവകാശവും മറ്റൊക്കെ നൽകുന്നത് കണ്ടിട്ട് വ്യസനത്തോടുകൂടെയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നത്. നബിയെ, എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് കൊണ്ട് എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല നബിയെ എന്ന സങ്കടം പ്രവാചകന് മുന്നിൽ ബോധിപ്പിക്കുകയാണ്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനും സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അതേ പ്രതിഫലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുകയാണ്.